ചില ഷിഫ്റ്റുകളിൽ 4 ക്വസ്റ്റ്യൻ വരെ ആവറേജിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. വലിച്ചു നീട്ടി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള സമയമൊന്നും നമ്മുടെ എക്സാം ഹാളിലില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആവറേജിൽ നിന്നും എല്ലാ ഷിഫ്റ്റിലും മിനിമം 2 ചോദ്യങ്ങളെങ്കിലും വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് കുറച്ചും കൂടി അധികം ലെമൺ കൊണ്ട് വെക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു സൈഡിൽ 3 എണ്ണം, ഒരു സൈഡിൽ 6 എണ്ണം. അപ്പോൾ എന്താ പറ്റുക? സ്വാഭാവികമായിട്ടും ഹലോ എവ്രി വൺ. സോ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRB NTPC എക്സാമിനേഷൻ അടുത്ത് വരികയാണ്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏറ്റവും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സിൻ്റെ സീരീസും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആയിട്ട് പോകുന്നത് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം മാത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ, അതായത് 2025 RRB NTPC എക്സാമിനേഷൻ എല്ലാ പേപ്പേഴ്സും, അതായത് 48 പേപ്പേഴ്സും നമ്മൾ ആനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് ആവറേജിൽ നിന്നും എല്ലാ ഷിഫ്റ്റിലും മിനിമം 2 ചോദ്യങ്ങളെങ്കിലും വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 2 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ള് കാണൂ. 2 മാർക്ക് നിങ്ങൾ പ്ലീസ് വെറുതെ കളയരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് പോകാം. ആദ്യം തന്നെ പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിലൊന്ന് ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. നമുക്കറിയാം എത്രയാണ് ആവറേജ് എന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. പിന്നെ വെയ്റ്റഡ് ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു. കറക്റ്റ് ആയിട്ടുള്ള ആവറേജ് എന്ന് വെച്ചാൽ ഒരു വാല്യൂ തെറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആവറേജ് എത്ര മാറിപ്പോയി, കറക്റ്റ് ആയിട്ടുള്ള ആവറേജ് എത്രയാണ്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വന്നു. പിന്നെ പാർഷ്യൽ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസും വന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ടും ഈ ഒരു ചാർട്ടിൽ കാണാനായിട്ട് പറ്റും. എല്ലാ ഷിഫ്റ്റിലും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് മിനിമം ചോദിച്ചിട്ടുണ്ട് എന്നത് മാത്രമല്ല, ചില ഷിഫ്റ്റുകളിൽ 4 ക്വസ്റ്റ്യൻ വരെ ആവറേജിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം ചില ഷിഫ്റ്റുകളിൽ സ്പീഡ് ബേസ്ഡ് ചോദ്യങ്ങളും ആവറേജ് സ്പീഡ് ആയിട്ടാണ് വന്നത്. സോ അതുകൊണ്ടാണ് ചില ഷിഫ്റ്റുകളിലൊക്കെ 3 ക്വസ്റ്റ്യനും 4 ക്വസ്റ്റ്യനും ആവറേജിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആവറേജിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൽ നിന്ന് വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുമ്പ് അതിൻ്റെ കോൺസെപ്റ്റ് ബേസിക് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. സോ ബേസിക്കലി ആവറേജിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരാശരിയാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് 5 സബ്ജക്റ്റുകളുണ്ട്. അതിൽ ഓരോന്നിനും നിങ്ങൾക്ക് വേറെ വേറെ മാർക്കാണെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശരാശരി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെ മൊത്തം നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അതിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമുക്ക് പല രൂപത്തിൽ പല സിറ്റുവേഷൻസിൽ ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആവറേജിൻ്റെ ഫോർമുല തന്നെയാണ്. ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഐറ്റംസ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഐറ്റം. ഇത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട ഒന്നാമത്തെ ഫോർമുല. ഇനി ഈ ഫോർമുലയെ നമുക്കൊന്ന് തലതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സാധനം കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നും നമുക്ക് ഈ സം ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഈ ഫോർമുലേനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ സം ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റത്തെ ടൈപ്പിൽ ഡയറക്റ്റ് ആവറേജ് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് വരുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരീസിൽ വരുന്ന ഡേറ്റയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ 5ൻ്റെ ആദ്യത്തെ 5 മൾട്ടിപ്പിൾസ്, അങ്ങനെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെ ഓരോ നമ്പേഴ്സ് തമ്മിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് വരുന്ന ടൈപ്പ് ഓഫ് നമ്പേഴ്സാണ് നമുക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ സം ഈക്വൽ ടു നമ്പർ ഓഫ് ഐറ്റംസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ആവറേജ്
ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ മിഡിൽ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. മിഡിൽ നമ്പർ ഇപ്പം 7 നമ്പറുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിലത്തെ നമ്പർ ഏതാ? 4ാമത്തെ ആയിരിക്കും, അതായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഇവിടെ ആദ്യത്തെ നമ്പർ പ്ലസ് ലാസ്റ്റത്തെ നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ആ ഒരു സീരീസിൻ്റെ ആവറേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി a+l/2 ചെയ്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എടുത്തിട്ടുണ്ട്. ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 14 ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പേഴ്സാണ് 1 2 3 4 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഹോൾ നമ്പേഴ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹോൾ നമ്പേഴ്സ് 0ൽ നിന്ന് തുടങ്ങും. 0 1 2 3 അത്രയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 14 ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0 1 2 അപ് ടു 13 ആണ്. ഇതൊരു സീരീസ് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? സീരീസ് ഫോം ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഇതൊരു സീരീസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് എത്രയായിരിക്കും? ആദ്യത്തെ നമ്പർ പ്ലസ് അവസാനത്തെ നമ്പർ ഡിവൈഡഡ് ബൈ 2 അല്ലേ? സോ a+l ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 13ൻ്റെ പകുതി 6.5 എന്ന് കിട്ടും. നിങ്ങൾക്ക് പെൻ ആൻഡ് പേപ്പർ പോലും എടുക്കാതെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഡയറക്റ്റ്ലി 6.5 എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇത് കറക്റ്റ് ആൻസറായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കാരണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്ലിയർ? ഇനി വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ. ഗിവൻ ആർ ദി ഏജസ് ഇൻ 5 ഇയേഴ്സ് ഓഫ് 5 പീപ്പിൾ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 20 30 35 40 ആൻഡ് 35. അപ്പോൾ ഈ കൂട്ടത്തിൽ കാൽക്കുലേറ്റ് ദിയർ ആവറേജ് ഇൻ ഇയേഴ്സ്. ആവറേജ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഓരോന്നിൻ്റെ ആവറേജ് 1 2 3 എടുക്കും. മീൻസ് വാല്യൂ 1 2 3 എടുത്ത് നമ്മളത് സം ചെയ്തിട്ട് അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? എന്നാൽ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, നമുക്ക് ആവറേജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പറിനെ നമ്പർ ഓഫ് ആൾക്കാർ വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയും സാധനം നമുക്കിവിടെ കിട്ടി. അതിനെ ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് ആൻസറിൻ്റെ വാല്യൂ എന്തായിരിക്കണം? അതായിരിക്കണം നമ്മുടെ ആവറേജ് അല്ലേ? ഇനി നിങ്ങൾ ഈ നമ്പേഴ്സിനെയൊക്കെ നോക്കിക്കേ. ഇതെല്ലാം തന്നെ ഹോൾ നമ്പേഴ്സാണ്. ഇവിടെ 0 0 5 0 ആൻഡ് 5 വരുന്നുണ്ട് അല്ലേ? ഇനി ഇതെല്ലാം തന്നെ ഈ 5ഉം 5ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റിൽ ഏതാ വരിക? അല്ലെങ്കിൽ 5ഉം 5ഉം എടുക്കണ്ട, ഈ ഓരോ നമ്പേഴ്സിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് അവസാനം ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുന്നത് നോക്കിക്കേ. ഇവിടെ 0 + 0 0 5 0 വീണ്ടും 5. അപ്പോൾ ലാസ്റ്റ് 5 + 5 10 ആണ്. 0 ആണ് വരുന്നത് അല്ലേ? 0നെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് അവിടെ ആൻസർ ഒരു ഡെസിമൽ വാല്യൂയിലേക്ക് എത്തുമോ? 5ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ, അതായത് ഇപ്പോൾ ഏത് മൾട്ടിപ്പിൾ നിങ്ങൾ 5ൻ്റെ എടുത്തിട്ടുണ്ടെങ്കിലും അത് ഒന്നെങ്കിൽ 0യിലോ അല്ലെങ്കിൽ 5ലോ ആണ് അവസാനിക്കുക. അപ്പോൾ ഒരിക്കലും ഒരു ഡെസിമലിൻ്റെ ആൻസർ വരില്ല. ഇനി 35 ആണ് വരുന്നതെങ്കിലോ, ഒരു നമ്പറിനെ നമ്മളിപ്പം 0 വരുന്ന ലാസ്റ്റ് ഡിജിറ്റ് വരുന്ന നമ്പറിനെ നമ്മൾ അവിടെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 വരുമോ? ഇല്ല, കാരണം 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്നത് 25 ആണ്. സോ 35ഉം നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് 30 കിട്ടാം അല്ലെങ്കിൽ 34 കിട്ടാം. ഇതിലേതായിരിക്കും ശരി ഉത്തരം? ആലോചിച്ച് നോക്കിക്കേ. ഈ നമ്പേഴ്സുകളുടെ ഒരു റേഞ്ച് നോക്കിയാൽ 20ൽ നിന്ന് 30, അത് കഴിഞ്ഞ് 35 വന്നു, 40 ആൻഡ് 45 വന്നല്ലേ? അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത്, ഈ 35ൻ്റെ അടുത്ത് വരുന്നതായിരിക്കണം ശരി ഉത്തരം. അപ്പോൾ 30യും കറക്റ്റ് ആൻസർ ആവില്ല. ഓപ്ഷൻ 1ലുള്ള 34 ആയിരിക്കണം ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 30 എന്ന് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് പോയി. അതായത് നമ്മൾ ഈ നമ്പേഴ്സിനെ എഴുതി കഴിയുമ്പോൾ കുറച്ചും കൂടി ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ ആവറേജ് എപ്പോഴും നടുക്കായിരിക്കും വരേണ്ടത്. ക്ലിയർ ആയോ? സോ ഓപ്ഷൻ 1ലുള്ള 34 ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ വെയ്റ്റഡ് ആവറേജിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ അതിന് വേണ്ടിയിട്ട് ഇതിലെ ക്വസ്റ്റൻസ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, നമുക്കിപ്പം 2 ക്ലാസ്സുകളുണ്ടെന്ന് വിചാരിക്കാം. സോ ഒന്നാമത്തെ ക്ലാസ് അവിടെ വരുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരു 10 പേരാണ്. ഇനി രണ്ടാമത്തെ ക്ലാസ്സിനെ ഞാനിവിടെ ക്ലാസ് ബി എന്ന് എടുത്തിട്ടുണ്ട്. അവിടെ വരുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരു 20 പേരാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ക്ലാസ്സിലുള്ളവരുടെ ടോട്ടൽ ആവറേജ് ഒരു 20 മാർക്കും ഈ ക്ലാസ്സിലുള്ളവരുടെ ടോട്ടൽ ആവറേജ് ഒരു 30 മാർക്കുമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ടോട്ടൽ ഇവരുടെ ആവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 20 + 30/2 ചെയ്താൽ നമുക്കിവിടെ ആൻസർ കിട്ടില്ല. കാരണം ഓരോ ക്ലാസ്സിലും വരുന്ന ആൾക്കാരുടെ എണ്ണം വ്യത്യാസമാണ്, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലും വരുന്ന വെയിറ്റ് വ്യത്യാസമാണ്. അപ്പോൾ ഈ വെയിറ്റ് വ്യത്യാസം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു വെയിങ് സ്കെയിലാണെന്ന് വിചാരിച്ചോ. ഓക്കെ,
അപ്പോൾ ഈ സൈഡിൽ 3 ലെമൺ വെച്ചു, ഈ സൈഡിൽ 3 ലെമൺ വെച്ചു. അപ്പോൾ ആ വെയിങ് സ്കെയില് ഈക്വലായിട്ട് നിൽക്കും. അതേസമയം നമ്മൾ അടുത്ത കേസിൽ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് കുറച്ചും കൂടി അധികം ലെമൺ കൊണ്ട് വെക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു സൈഡിൽ 3 എണ്ണം, ഒരു സൈഡിൽ 6 എണ്ണം. അപ്പോൾ എന്താ പറ്റുക, സ്വാഭാവികമായിട്ടും ഇത് ഈ താഴ്ന്നിരിക്കുന്ന, അതായത് വെയിറ്റ് കൂടുതലുള്ള സ്ഥലത്തേക്ക് ചെരിഞ്ഞിരിക്കും അല്ലേ. അത് എവിടെയാണോ വെയിറ്റ് കൂടുതലുള്ളത് ആ ഭാഗത്തേക്ക് ഇതിൻ്റെ ഈ ഒരു സ്കെയിൽ അലൈൻഡ് ആയിരിക്കും. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജിലും നോക്കുന്നത്. സോ നമ്മളിപ്പോൾ എടുത്തതുപോലെ 2 ക്ലാസ്സുകളുണ്ട്, അതിൽ രണ്ടും 2 ആവറേജ് ആണെങ്കിൽ എവിടെയാണോ കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് അവിടേക്കായിരിക്കും ആവറേജ് നീങ്ങി നിൽക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ? അപ്പോൾ ഈ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തതുപോലെ തന്നെ നമുക്ക് 2 ക്ലാസ്സുകളുണ്ടെന്ന് വിചാരിക്കാം. ക്ലാസ് എയിൽ N1 സ്റ്റുഡൻസും നമ്മുടെ ക്ലാസ് ബിയിൽ ഇവിടെ N2 സ്റ്റുഡൻസും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആവറേജിൻ്റെ വാല്യൂ A1ഉം ഇവിടുത്തെ ആവറേജിൻ്റെ വാല്യൂ A2 ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ ആവറേജ് ഇസ് ഈക്വൽ ടു ഇവിടെ N1 into average 1 plus N2 into average 2 whole divided by N1 plus N2. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യാം. പക്ഷേ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമുല മാത്രമല്ല, ഫോർമുലയില്ലാതെ തന്നെ മനസ്സിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ടും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. There are 2 sections of students, sections A and B of class consisting of 22 and 44 students respectively. If the average weight of section A is 40 and that of section B is 34, find the average weight of the whole class in kilograms എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു സെക്ഷനിൽ 22 കുട്ടികളും അടുത്ത സെക്ഷനിൽ അതിൻ്റെ ഇരട്ടി കുട്ടികളുണ്ട്, 44 കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് 22, ഇപ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരുന്നു, ഞാൻ ജസ്റ്റ് ഫോർമുല ഇവിടേക്കൊന്ന് എഴുതുവാണേ. ഫോർമുല ഇസ് ഈക്വൽ ടു N1 into A1 പ്ലസ് N2 into A2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് A2. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് മുഴുവൻ ഇരുന്ന് സോൾവ് ചെയ്യണം. അതായത് 22 ഇൻറ്റു ആദ്യത്തെ കുട്ടികളുടെ ആവറേജ് 40 പ്ലസ് പിന്നെ 44 ഇൻറ്റു രണ്ടാമത്തെ കുട്ടികളുടെ ആവറേജ് 34 ഡിവൈഡഡ് ബൈ 22 പ്ലസ് 44. പക്ഷേ ഇത്രയും വലിച്ചു നീട്ടി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള സമയമൊന്നും നമ്മുടെ എക്സാം ഹാളിലില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും ഇരട്ടിയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ 1 എന്നും ഇതിനെ 2 എന്ന് എടുത്താൽ മതി. കാരണം 22ൻ്റെ ഇരട്ടിയാണ് 44 വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് 22 ഇൻറ്റു 40 ചെയ്യുന്നതിന് പകരം ഞാൻ 1 ഇൻറ്റു 40 ചെയ്താൽ എനിക്ക് 40 കിട്ടി. പ്ലസ് 2 ഇൻറ്റു രണ്ടാമത്തെ എത്രയാണ് 34ൻ്റെ ഇരട്ടി എത്രയാണ് ആൻസർ വരണേ 68 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ചെയ്താൽ 3 കിട്ടി. 108/3 ചെയ്താൽ ആൻസർ 36 ആണ്. ഒറ്റയടിക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് ഇവിടേക്ക് വരും. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ചോദ്യങ്ങൾ സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഇത്രയാണ് നമുക്ക് ആകെ ചെയ്യാനായിട്ടുള്ളൂ. ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് ചോദ്യങ്ങൾ സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സിമിലർ ചോദ്യമാണ്. A group of people consisting of men, women, children. Among them 20% are men, 50% are women and the rest. 20% പോയി, 50% പോയി. അപ്പോൾ ബാക്കി എത്രയാണ്? 20 പ്ലസ് 50 70. 100ൽ നിന്ന് 70 പോയാൽ 30. അപ്പോൾ 30% കുട്ടികളാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ 30% ആണ് ഇവിടെ ചിൽഡ്രൻ ആയിട്ടുള്ളത്. ആൻഡ് ദെയർ ആവറേജസ് ആർ 45, 50 ആൻഡ് 50 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദി ആവറേജ് വെയിറ്റ്. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഇതിനെ നമ്മൾ കഷ്ടപ്പെടണോ? 20/100 അല്ലെങ്കിൽ 20% എന്നൊക്കെ എടുക്കണോ? 20യും 50യും 30യും ആണ് അല്ലേ. ഇതിനെ നമുക്ക് ഈസിലി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. എല്ലാം തന്നെ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് 10 വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഈസിലി ആൻസർ കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് 2:5:3 എടുത്താൽ മതി നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടാൻ. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടെ എത്രയായിരുന്നു? 45 ആണ്. 2 ഇൻറ്റു 45 ചെയ്തപ്പോൾ 90 കിട്ടി. 5 ഇൻറ്റു 50 ചെയ്തപ്പം 250. 3 ഇൻറ്റു 50 ചെയ്തപ്പോൾ 150. സോ ഇത്
250 150 ആഡ് ചെയ്താൽ 300 പ്ലസ് 90 എത്രയാണ്, അല്ല 300 അല്ല 400 പ്ലസ് 90 490 ഡിവൈഡഡ് ബൈ, ഇനി നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്യണം, 2 + 5 + 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് 10 കിട്ടും. സോ 10 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇവിടെ 49 എന്ന് വരും. സോ ഡയറക്റ്റ്ലി ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് സമയം കളയരുത്. അതിന് പകരം നോർമലായിട്ട് ഇതിപ്പം എങ്ങനെ നമുക്ക് അതിനെ റേഷ്യോ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ സോൾവ് ചെയ്തു, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ സോൾവ് ചെയ്തു. ഇനി ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ തന്നെ ഇവിടെ രണ്ടും 22 ആണെന്ന് വിചാരിച്ചോ. ഇവിടെയും 22 സ്റ്റുഡൻസ് ആണ്, ഇവിടെയും 22 സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ ആവറേജ് എത്രയായിരിക്കും, 34 + 40 ഡിവൈഡഡ് ബൈ 2 അതായിരിക്കും ആവറേജ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും, ഇവിടേക്ക് 34ഉം 40യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 74 വരും. അപ്പോൾ അത് എങ്ങനെ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യമല്ല, നമ്മളൊരു സിറ്റുവേഷൻ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അതായത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടേക്ക് 74 വരും. അപ്പോൾ അടുത്തതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന 75 ഡയറക്റ്റ്ലി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 37 കിട്ടണം അല്ലേ. അതാണ് ശരിക്കും വരേണ്ട ആവറേജ്. പക്ഷേ നമുക്കിവിടെ 37 കിട്ടുമോ? ഇല്ല, കാരണം കൂടുതൽ ആൾക്കാരുള്ളത് 44 സ്റ്റുഡൻസ് ഉള്ളത് 34ലാണ്. അപ്പം ശരിക്കും കിട്ടുന്ന വാല്യൂവിനേക്കാളും കുറഞ്ഞാണ് ആൻസർ വരുള്ളൂ, കൂടി വരില്ല. അപ്പോൾ 37 എന്തായാലും വരില്ല, 35.5ഉം എന്തായാലും വരില്ല. ഓക്കെ, ക്ലിയർ ആയോ? 37 എന്തായാലും വരില്ല, 35.5ന് ചാൻസ് ഉണ്ട്, 36.5ലേക്കും വരില്ല, അതും തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ആവറേജ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആൾ എന്തെങ്കിലും ഒരു മാർക്ക് എൻറ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തരും. അപ്പോൾ ഒരു വാല്യൂവിന് പകരം വേറൊരു വാല്യൂ ആയിപ്പോയി എൻറ്റർ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള ആവറേജ് എത്രയാണ്? അപ്പോൾ നിങ്ങളിവിടെ ഇത്ര ആലോചിച്ച് നോക്കുക. നമ്മളിപ്പം ഒരു എക്സാമ്പിൾ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ 1 2 3 4 5 ഈ നമ്പേഴ്സാണ് എടുക്കുന്നത്. ഇതിൻ്റെ ആവറേജ് എത്രയായിട്ട്? ആവറേജ് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ 2 അല്ലേ. 1 + 5 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ശരിക്കും ആവറേജ് ഇവിടെ 6/2 ചെയ്താൽ നമുക്കിവിടെ 3 ആണ് വേണ്ടത്. എന്നാൽ അതേസമയം ഞാനിവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താൻ പോവാണ്. ഞാനിവിടെ 5 എൻറ്റർ ചെയ്യുന്നതിന് പകരം ഇവിടെ 15 ആണ് എൻറ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 2 3 4 പകരം 5ന് പകരം നമ്മൾ 15 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര കിട്ടിയ ആൻസർ? 1 2 1 + 2 3 + 3 6 + 4 10 10 + 15 ചെയ്ത് കഴിഞ്ഞപ്പോൾ 25 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയായി? 5 ആയി. അപ്പോൾ നമ്മളോട് പറയാണ്, ഇവിടെ നമ്മൾ 5ന് പകരം 15 എൻറ്റർ ചെയ്ത് കഴിഞ്ഞപ്പം ആവറേജ് ഒന്നെങ്കിൽ ചിലപ്പം ഇൻക്രീസ്ഡ് ബൈ 2 എന്ന് അങ്ങനെ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ആവറേജ് വാസ് 5 എന്ന് പറയും. അപ്പോൾ റിയൽ ആവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ 5ന് പകരം 15 എന്ന് പറഞ്ഞാൽ 5നേക്കാളും വലിയ നമ്പറാണ്. അത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞപ്പം ആവറേജ് കൂടുകയോ കുറയോ? ശരിക്കുള്ള നമ്പറിനേക്കാളും വലിയ നമ്പറാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ ശരിക്കുള്ള ആവറേജിനേക്കാളും ആവറേജ് കൂടും. ശരിക്കുള്ള നമ്പറിനേക്കാളും ചെറിയ നമ്പറാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ ശരിക്കുള്ള ആവറേജിനേക്കാളും അത് കുറയും. അപ്പോൾ ഇവിടെ എത്ര വ്യത്യാസമാണ് വന്നിട്ടുള്ളത്? ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം 15 - 5 = 10 ആണ്. സോ ഈ 10ൻ്റെ ആവറേജ് 10/2 ചെയ്താൽ എത്രയാണ് നമുക്ക് കിട്ടുക? 5 ഐറ്റംസ് ആണുള്ളത് അല്ലേ. ആ 10/5 ചെയ്താൽ കിട്ടുന്ന 2 ആണല്ലോ. ആ വ്യത്യാസം തന്നെയാണ് ആവറേജിലും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇപ്പോൾ കിട്ടിയ ആവറേജ് 5 ആണെങ്കിൽ -2 ചെയ്താൽ നമുക്കിവിടെ 3 കിട്ടും. സോ ഇവിടെ ഇത്രയും നിങ്ങൾ ആലോചിച്ചോളൂ. ആവറേജിൻ്റെ സമയത്ത് എല്ലാത്തിൻ്റെയും സം എടുക്കണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് എടുക്കണം. ഒരു വാല്യൂ അതിന് പകരം മറ്റൊരു വലിയ വാല്യൂ തന്നപ്പം ആവറേജ് കൂടുമ്പം ശരിക്കുള്ള ആവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ആ തെറ്റിപ്പോയ വാല്യൂവിൻ്റെയും റിയൽ വാല്യൂവിൻ്റെയും ഡിഫറൻസ് എടുത്ത് അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വളരെ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ചോദ്യം, 2025 ചോദ്യമാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആവറേജ് ഓഫ് 10 ഒബ്സർവേഷൻസ് ഇസ് 40. It was realized later that an observation was misread as 33 in place of 50. അപ്പോൾ ഇവിടെ എന്താ പറ്റിയത്? ഇവർ എന്തൊക്കെയോ കണക്ക് കൂട്ടിയപ്പം ഇവർക്ക് ഓൾറെഡി ആവറേജ് കിട്ടി, അത് 40 ആണെന്ന് മനസ്സിലായി.
പക്ഷേ 33ക്ക് പകരം ഇറ്റ് വാസ് മിസ്റെഡ് ആസ് 33 എന്ന് വെച്ചാൽ 50ക്ക് പകരം 33 ആണ് എടുത്തത്. അപ്പോൾ ആവറേജ് കൂടുമോ കുറയോ? ആവറേജ് കൂടും, കാരണം ശരിക്കുള്ള വാല്യൂവിനേക്കാളും നമ്മൾ കുറച്ചെടുത്തു. അപ്പോൾ നമ്മളിവിടെ കുറച്ചെടുത്ത് ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിക്കേ. 50 മൈനസ് 33 എത്രയാണ് വ്യത്യാസം? 17. എത്ര എണ്ണം ഉണ്ടായിരുന്നു? 10 എണ്ണം ഉണ്ടായിരുന്നു. 17/10 ചെയ്താൽ 1.7 കിട്ടി. സോ 40 കൂടണം, പ്ലസ് 1.7 41.7 ഡയറക്റ്റ്ലി ക്വസ്റ്റൻ്റെ ശരി ഉത്തരം. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റൻ നമുക്കിവിടെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി വീണ്ടും അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റൻ. ആവറേജ് ഓഫ് 10 observations is 40. Now it was later realized that an observation was misread as 34 in place of 43. ഫൈൻഡ് ദി കറക്റ്റ് ആവറേജ്. എങ്ങനെ സോൾവ് ചെയ്യും? അതേപോലെ തന്നെ സോൾവ് ചെയ്യാം. ഇവിടെ 43യും 34 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 9 ആണ് ഡിഫറൻസ്. 10 ഒബ്സർവേഷൻസ് വന്നു, 9/10 ചെയ്താൽ 0.9 വരുന്നു. സോ 40ക്ക് പകരം 40.9 വന്നു. ഓപ്ഷൻ നമ്പർ 4 ആണ് ശരി ഉത്തരം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ 10 ഒബ്സർവേഷൻസ് ഓൾറെഡി 40 ആണെന്ന് പറഞ്ഞു, പക്ഷേ 43ക്ക് പകരം 34 എന്നാണ് എടുത്തത്. അപ്പോൾ വലിയ വാല്യൂവിന് പകരം ചെറിയ വാല്യൂ എടുത്തു. അപ്പോൾ ആവറേജ് ശരിക്കും എന്തായാലും കൂടണം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് 40.9 എന്ന് പറയുന്നത്. സോ 39.9 എന്തായാലും എലിമിനേറ്റ് ചെയ്യാം, കാരണം ആവറേജ് കൂടിയേ ഉള്ളൂ, ആവറേജ് ഈ കേസിൽ കുറയില്ല. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് പാർഷ്യൽ ആവറേജ് ആണ്. അപ്പോൾ പാർഷ്യൽ ആവറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 4-5 നമ്പേഴ്സോ അല്ലെങ്കിൽ 4-5 ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിച്ചു. അതിൽ 3 എണ്ണത്തിൻ്റെ ആവറേജ് തരും, മറ്റതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറയും. അതിനെയാണ് നമ്മൾ പാർഷ്യൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈപ്പിലുള്ളൊരു പ്രീവിയസ് ഇയർ ചോദ്യം എടുത്തിട്ടുണ്ട്. 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ആവറേജ് ഓഫ് 9 numbers is 17. Average of the 7 of this is 17. Average of the remaining 2. അപ്പോൾ ഈ 9 നമ്പേഴ്സിനെ, ഇവിടെ 9 നമ്പേഴ്സ് ഉണ്ട്, നമ്മളതിനെ ഡിവൈഡ് ചെയ്തു. ഇവിടെ 7 നമ്പേഴ്സും ബാക്കി വരുന്നതിനെ 2 നമ്പേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്തു. സോ 7 നമ്പേഴ്സിന് നമുക്കിവിടെ കിട്ടുന്ന ആവറേജ് എത്രയാണ്? 17 ആണ്. 9 നമ്പേഴ്സിൻ്റെ ആവറേജും 17 ആണ്. സോ ഇവിടെയും 17 ആണ്. മൊത്തവും 17 ആവണമെങ്കിൽ ഇതിൻ്റെ ആവറേജ് എത്രയായിരിക്കണം? അതിൻ്റെ ആവറേജും 17 ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മൊത്തത്തിൽ ആവറേജ് 17 കിട്ടുക അല്ലേ? എന്താണെങ്കിലും ഇവിടെ വലിയ നമ്പറിൻ്റെ ഒരു ഗ്രൂപ്പിന് 17ഉം മൊത്തത്തിലുള്ള ആവറേജ് 17 കിട്ടണമെങ്കിൽ ചെറിയ നമ്പറിൻ്റെ ഗ്രൂപ്പിലും അവിടെ 17 തന്നെ വരണം. ഓക്കെ, ആ ടൈപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റനും കൂടെ ഇവിടെ നോക്കിക്കോളൂ. സോ അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആവറേജ് ഹൈറ്റ് ഓഫ് 15 boys of a classes of 50 is 163. If the average height of the remaining is 165, find the average height. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്ലാസ്സിൽ മൊത്തം 50 പേരുണ്ട്. 15 പേരുടെ ഹൈറ്റ് 163 ആണ്. ഇനി 50 പേരിൽ 15 പേര് പോയാൽ ബാക്കി 35 പേരുടെ ഹൈറ്റാണ്. അവരുടെ ഹൈറ്റ് 165 ആണ്. നമ്മുടെ ചോദ്യം ദി ആവറേജ് ഹൈറ്റ് ഓഫ് ഓൾ ദി ബോയ്സ്, മൊത്തത്തിലുള്ള ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമുക്കിവിടെ ഞാൻ നേരത്തെ പഠിപ്പിച്ചതുപോലത്തെ ഒരു മെത്തേഡ് നോക്കാം. അതിനുശേഷം മറ്റൊരു ഷോർട്ട് കട്ടും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇതിനെ 5 വെച്ചിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇതിവിടെ 3യും ഇതിവിടെ 7ഉം ആണ്. സോ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ 3 × 163 പ്ലസ് പിന്നെ 7 × 165 ഡിവൈഡഡ് ബൈ 7 + 3 10. ഇങ്ങനെ വെയ്റ്റഡ് ആവറേജിൻ്റെ കോൺസെപ്റ്റ്. ഏത് കോൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ആവറേജ് ഇസ് ഈക്വൽ ടു n1 × a1 പ്ലസ് n2 × a2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ആ ഫോർമുല നമുക്കിവിടെ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടും? 3 × 3 ചെയ്താൽ ലാസ്റ്റ് 9 വരും. 7 × 5 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലാസ്റ്റ് എത്ര കിട്ടും? ഇവിടെ നമുക്ക് 4 കിട്ടും. സോ 5 കിട്ടും. സോ ലാസ്റ്റ് 4 വരണം. അപ്പോൾ ഇതെന്തായാലും ആൻസർ വരില്ല, മിക്കവാറും 0.4 ആണ്. അപ്പോൾ നിങ്ങൾ നോർമലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 164.4 ആണ്. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഇനി അതല്ലാതെ മറ്റൊരു മെത്തേഡ് കൂടെ, ഇത്രയും കൂടെ ഫാസ്റ്ററായിട്ട് വരുന്ന ഒരു മെത്തേഡ് കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും ഒരു ഹൈറ്റിനെ, മേ ബി കൂടുതലുള്ള ഹൈറ്റിനെ നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ കൂടുതൽ 165 ആണ് അല്ലേ? സോ 165നെ ഞാനിവിടെ റെഫറൻസ് ആക്കി എടുക്കുന്നു. അപ്പോൾ 163ൻ്റെ പ്രത്യേകത എന്താ? 163 എന്ന് പറഞ്ഞാൽ ഇതിനെ 165ൽ നിന്നും 2 കുറവാണ്. സോ ഇത് -2 ആണ്. അപ്പോൾ ഇത് 0യും ഇത് -2 ആയിട്ട് എടുക്കും. എങ്ങനെ എടുത്തു? റെഫറൻസ് ഹൈറ്റിനെ നമുക്കറിയാം 0 ആയിരിക്കും, കാരണം അതിൽ നിന്നും ഈ 165നൊരു വ്യത്യാസമില്ല. മറ്റേ ഹൈറ്റിൽ എത്രയാണോ വ്യത്യാസം അത് നമ്മളിവിടേക്ക് എടുക്കുക. ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ളത്
15 ബോയ്സിൻ്റെ 15 ബോയ്സിൻ്റെ ഹൈറ്റാണ് 163. അപ്പോൾ മൊത്തത്തിൽ എത്ര വ്യത്യാസം വരും? 15 ഇൻറ്റു -2 ചെയ്ത് കഴിഞ്ഞാൽ, ഈ -2 ചെയ്ത് കഴിഞ്ഞാൽ -30 നമുക്കിവിടെ വരും അല്ലേ? ഇനി -30 ആണ് അപ്പം വ്യത്യാസം. സോ നമ്മുടെ മൊത്തം എത്ര ബോയ്സ് ഉണ്ട്? 50 ബോയ്സ് ഉണ്ട്. -30നെ നമ്മൾ 50 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? -0.6 എന്ന് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? 165 നമുക്കറിയാം, ഫസ്റ്റ് ആക്ച്വൽ നമ്മളെടുത്ത റെഫറൻസ് ആണ്. 165ൽ നിന്നും 0.6 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 164.4 നമുക്കിവിടേക്ക് കിട്ടും. സോ ആ മെത്തേഡിലും ഓപ്ഷൻ നമ്പർ 1ലുള്ള 164.4നെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആക്കി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തത്. സോ നമ്മൾ 4 ടൈപ്സ് ചോദ്യങ്ങൾ സോൾവ് ചെയ്തു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻസിലൂടെ നിങ്ങൾക്ക് നമ്മളെ എഴുതി അറിയിക്കാം. ഇത് എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന ക്ലാസ്സസിൻ്റെ ഒക്കെ നോട്ട്സും ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാകും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇതിലൂടെ ശില്പ മാംസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ലിങ്കിലൂടെ കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കാം. ചാനൽ ഫോളോ ചെയ്താൽ മാത്രമാണ് ചാനലിൽ വരുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാനും കാണാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട്, അടുത്ത സീരീസിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.